ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് വാട്സപ്പിൽ വന്നൊരു കിടിക്കാച്ചി അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പം ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പം വാട്സപ്പിൽ വന്ന ആ ഒരു അപ്ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, വാട്സപ്പിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്ന ഒരു അപ്ഡേറ്റ് ആണ് ഈ കമ്മ്യൂണിറ്റി എന്നത്. ഇപ്പം ഒരു കമ്മ്യൂണിറ്റിക്ക് അണ്ടറിൽ കുറേ ഗ്രൂപ്പുകൾ നമുക്ക് ആഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരുന്നു അല്ലേ. അപ്പം ഈ കമ്മ്യൂണിറ്റിക്കകത്താണ് പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവന്റ് എന്നതാണ് ആ ഒരു അപ്ഡേറ്റ്. അതായത് നമുക്ക് കമ്മ്യൂണിറ്റി ത്രൂ എന്തെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കാൻ സാധിക്കത്തില്ലേ, അതേപോലെ തന്നെ നമുക്കിനി ഇവന്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അതിനായിട്ട് ഈ അറ്റാച്ച്മെന്റിൽ നോക്കാന്നുണ്ടെങ്കിൽ ഈ അറ്റാച്ച്മെന്റ് സെക്ഷനിൽ ഇവിടെ ഇവൻ എന്ന് പറയുന്ന പുതിയൊരു ഐക്കൺ കൂടി വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഇവന്റ്സുകൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇവന്റ്സ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതേപോലൊരു ഇന്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഇവന്റിന്റെ നെയിം ആഡ് ചെയ്യാം, അതുപോലെ ഡേറ്റും ടൈമും ലൊക്കേഷനും എല്ലാം ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇവൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ ഏതെങ്കിലും വാട്സപ്പ് കോൾ അല്ലെങ്കിൽ വീഡിയോ കോളൊക്കെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതായത് അതിനുള്ള ഒരു ഇവൻറ്റ്സ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇവിടെ ഇവന്റ് നെയിം എന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പം ആ ഒരു ഇവൻ്റിൻ്റെ നെയിം, ഇപ്പം നമ്മളൊരു വീഡിയോ കോളാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കോളൊന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. അതുപോലെ ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഏത് ദിവസമാണ് നമ്മൾ ആ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആ ഒരു ഡേറ്റ് നമുക്കിവിടെ നിന്ന് സെറ്റ് ചെയ്യാം. അതുപോലെ ടൈം, എപ്പോഴാണ് നമുക്ക് ആ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യേണ്ട ആ ഒരു ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ ലൊക്കേഷൻ എവിടെയാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കോൾ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആവശ്യമില്ല, ലൊക്കേഷൻ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാതെ വേറെ ഏതെങ്കിലും ഇവൻ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതുണ്ടെങ്കിൽ അത് ഏതെങ്കിലും പ്ലേസ് വെച്ചുള്ള ഒരു ഇവൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഇപ്പം നമ്മൾ ചുമ്മാ വീഡിയോ കോളിൻ്റെ വേണ്ടിയുള്ളൊരു ഇവൻ്റ് ആണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ വീഡിയോ കോൾ ലിങ്ക് ഉണ്ട്. അത് ഇതുപോലെ ഓൺ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇതുപോലെ ഓൺ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കോൾ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ വീഡിയോ അതുപോലെ വോയിസ്. അപ്പം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് വീഡിയോ കോൾ ആയതുകൊണ്ട് വീഡിയോ, ഇനി നിങ്ങൾ വീഡിയോ കോൾ അല്ല വോയിസ് കോൾ ആണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ വീഡിയോ കോൾ ആയതുകൊണ്ട് അത് വീഡിയോ കോൾ എന്നത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ ഒരു ഇവൻറ്റിനെ പറ്റി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ സെൻഡ് ഐക്കൺ കാണാൻ സാധിക്കും. ആ സെൻഡ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇതൊന്ന് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഇവൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിക്കകത്താണ് നമ്മൾ എൻ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ അണ്ടറിലുള്ള എല്ലാ ഗ്രൂപ്പിലും ഇത് എത്തുന്നതായിരിക്കും. അപ്പം അത് കാണുന്ന വ്യക്തികൾ ഇതിന് റെസ്പോണ്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ എഡിറ്റ് ഇവൻ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും എഡിറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇവൻ്റ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം നമ്മൾ ഇവൻ്റ് സെൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് റിസീവ് ചെയ്യുന്ന വ്യക്തി ഇതെങ്ങനെയാണ് നോക്കി കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഇവൻ്റ് റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് ഇത്തരത്തിലാണ് ഇത് കാണാൻ സാധിക്കുന്നത്. ഇവിടെ റെസ്പോണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗോയിങ് അതുപോലെ കാൺ ഗോ എന്നതുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇവൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോയിങ് കൊടുക്കുക. ഇനി നിങ്ങളത് പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേണം നമുക്കത് കാൺ ഗോ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവന്റ് സെൻഡ് ചെയ്ത വ്യക്തിക്ക് ഇതിലാരൊക്കെ റെസ്പോണ്ട് ചെയ്ത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗോയിങ് ആയിട്ടുള്ള എത്ര പേരുണ്ട്. ഇപ്പം ഒരാളെ ഇതുപോലെ അത് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ, ആ ഒരു വ്യക്തി ഇതുപോലെ ഗോയിങ് എന്നതാണ് കാണിക്കുന്നത്. ഇനി കാൺ ഗോയിങ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ കാൺഗോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആരൊക്കെയാണ് വരുത്തില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ഇവൻറ്റുകൾ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഇവൻറ്റിൽ ആരൊക്കെ പങ്കെടുക്കും ആരൊക്കെ പങ്കെടുക്കത്തില്ല എന്നുള്ളത് നമുക്ക് ഇത്തരത്തിൽ അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പം ഒരുപാട് ഇവൻ്റൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണിത്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഒരു അപ്ഡേറ്റ് വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ലഭ്യമാണ്.
ബീറ്റ വെർഷൻ യൂസേഴ്സിനും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കും. അപ്പം ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.